ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, ഐ എം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സാധാരണ ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചാനൽ മോണിറ്റൈസേഷൻ ആണ്. ഈ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ എന്നുള്ളത് അത്ര ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് അല്ല. ഇപ്പം എൻ്റെ ചാനൽ ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സിനോട് അടുത്ത് വരുന്നു. അപ്പോൾ ചാനല് സപ്പോർട്ട് ചെയ്ത് ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓരോ സബ്സ്ക്രൈബേഴ്സും അത്രയ്ക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകൾ തന്നെയാണ്. ഇതിൽ എനിക്ക് അറിയുന്നവരുണ്ടാവും, അതല്ലാതെ അറിയില്ലാത്ത ആളുകളും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരോടെല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇതിനും ഇത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേര് എൻ്റെ ഈ ചാനൽ കണ്ട് എന്നെ ഫോളോ ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ചെയ്യാതെ എൻ്റെ കൂടെ എൻ്റെ ചാനലിൽ എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ മെമ്പറായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അപ്പോ ഇങ്ങനെ 1000 ആവുമ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പൈസയൊക്കെ കിട്ടിത്തുടങ്ങിയോ അല്ലേ? നമ്മൾ യൂട്യൂബ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പൈസ കിട്ടുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. എന്നാൽ കൂടി അതല്ലാത്ത ചില ആഗ്രഹങ്ങളും ഉള്ള ആളുകളും ഉണ്ടാവാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. പിന്നെ 1-2 എൻ്റെ ചാനലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കൂടി ഓർത്തു. ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്, അന്ന് നടന്നില്ല. സോ ഞാൻ ഓർത്തു ഓക്കെ ഇപ്പൊ ചെയ്യാം. ഇപ്പൊ നമ്മൾ 1000 ആവാറാവുന്നു, അപ്പൊ ഇപ്പൊ ചെയ്യാന്ന് ഓർത്തു. അപ്പൊ ഞാൻ ചാനലിൽ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ഉള്ള പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസിന്റെ ഹോൾ വീഡിയോസ് ചെയ്യാറുണ്ട്, അൺബോക്സിങ് വീഡിയോസ് ചെയ്യാറുണ്ട്, അതുപോലെ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാറുണ്ട്, കുക്കിംഗ് വീഡിയോസ് ചെയ്യാറുണ്ട്, ട്രാവൽ വ്ലോഗ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ചാനലായി മാറിയിരിക്കുകയാണ് എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. ഈ കൊറോണ കാലത്താണ് ആക്ച്വലി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ അത് പകുതിക്ക് വെച്ച് ഞാൻ ഉപേക്ഷിച്ചു ചില കാരണങ്ങളാൽ. സറൗണ്ടിങ്സിൽ സൗണ്ട് ക്ഷമിക്കുക. അപ്പം അതിനുശേഷം ഒരു 7 months ബിഫോറാണ് ഞാൻ വീണ്ടും ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. മെയിൻലി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസത്തിലേതിലും ഒരു ദിവസമായിരിക്കും ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെ ചാനൽ ഇങ്ങനെ വലുതായി വരുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചാനൽ മോണിറ്റൈസേഷൻ ആണ്. നമുക്ക് ഈ ചാനൽ മോണിറ്റൈസേഷൻ എന്നുള്ള സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് എനിക്ക് വരുമാനം കിട്ടിത്തുടങ്ങിയോ എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട്, അതായത് കറക്റ്റ് എനിക്കറിയില്ല ഇയർ, ആ സമയത്ത് 1000 സബ്സ്ക്രൈബേഴ്സും 400 hours വാച്ച് ടൈമും ഉള്ളവർക്കായിരുന്നു ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പോളിസി അനുസരിച്ചിട്ട് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 3000 വാച്ച് അവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതാണ്. ഹാഫ് മോണിറ്റൈസേഷൻ ആവും. അപ്പോൾ എൻ്റെ ചാനലിൽ ആക്ച്വലി ഇതുവരെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല. 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ 3 months ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള റൂളുണ്ട്. പക്ഷെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. ടോട്ടൽ വാച്ച് അവർ എനിക്ക് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മോണിറ്റൈസേഷൻ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലോങ് വീഡിയോസിന്റെ മാത്രം വാച്ച് അവേഴ്സ് ആണ് അതിലെടുക്കുന്നത്. അതല്ല ഷോർട്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90 days നമുക്ക് 30 million വ്യൂസ് ആണ്
ഷോർട്സിൽ ആണ് നമ്മൾ മോണിറ്റൈസേഷൻ നോക്കുന്നതെങ്കിൽ കിട്ടുന്നത്. അപ്പൊ ഈ മോണിറ്റൈസേഷൻ, ഹാഫ് മോണിറ്റൈസേഷന്റെ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ സ്റ്റിക്കേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ ഇത്ര എമൗണ്ടിന്റെ. അപ്പൊ അതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തരാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ്, ചില ഷോർട്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ സൈഡിലായിട്ട് പ്രൊഡക്ട്സ് ടാഗ് ചെയ്യുന്നത് ലിസ്റ്റ്. അപ്പൊ അതിനുള്ള ഓപ്ഷൻ ഒക്കെയാണ് ഈ ഹാഫ് മോണിറ്റൈസേഷനിൽ കിട്ടുന്നത്. ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 4000 വാച്ച് അവേഴ്സ് ആകുമ്പോഴത്തേക്കുമാണ് ഫുൾ മോണിറ്റൈസേഷൻ ആവുന്നത്. നമുക്ക് ആഡ്സിൽ നിന്നും അങ്ങനെയൊക്കെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ ഇങ്ങനെ മോണിറ്റൈസേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വീണ്ടും തുടരുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു കുട്ടി സർപ്രൈസ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ഇത്രയും ആൾക്കാർ നമ്മളെ കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ട്. കുറെ ആളുകൾക്ക് നമുക്ക് അറിയത്തില്ല യൂട്യൂബിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ നല്ല നല്ല തംബ്നെയിൽസ്, ഇപ്പൊ ചിലർക്ക് തംബ്നെയിൽസ് ഇടാൻ അറിയത്തുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലാണല്ലോ. അപ്പൊ മെയിൻലി ഞാൻ മൊബൈലിലാണ് എല്ലാം ചെയ്യുന്നത്. ലൈക്ക് എഡിറ്റിംഗ് ആണെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിലും ഒക്കെ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ സ്പേസ് പോവും. അപ്പൊ നമ്മൾ പഴയ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും വീണ്ടും. എന്നാലേ നമുക്ക് പുതിയത് ഷൂട്ട് ചെയ്തിട്ട് ഇടാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് നമുക്കറിയാം, എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ഹാർഡ് വർക്ക് വേണം. അപ്പൊ ഇതിലാണെങ്കിലും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എഡിറ്റ് ചെയ്യാനൊക്കെ ഫോണിലായതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ എത്തി. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇതിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. അപ്പൊ മുന്നോട്ട് പോയി നമുക്ക് ഏർണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങണം എന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചൊരു ചിറ്റ് ചാറ്റ് വീഡിയോ. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് ആൾക്കാർ കമന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. ഇപ്പം നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ, പോസിറ്റീവ് കമന്റ് ആയിക്കോട്ടെ, എന്ത് കമന്റ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു കുഞ്ഞുമായിട്ടുള്ളൊരു റീല് ഞാൻ ഇട്ട സമയത്ത് അത് അത്യാവശ്യം 1 അവറിൽ തന്നെ ഒരു 4000 ഒക്കെ വ്യൂസ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വ്യൂസ് കയറിയില്ല. ഇപ്പൊ അത് ടോട്ടലി ഒരു 5.5 എന്തോ നിൽക്കുവാണ്. പക്ഷെ അതിന് ഒത്തിരി ഡിസ്ലൈക്കും വന്നു. അപ്പൊ ഞാൻ ഓർക്കും ചെയ്തു ഇതിലെന്താണ് ഇത്ര ഡിസ്ലൈക്ക് ചെയ്യാനുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു. എനിവേ അതെന്തേലും ആയിക്കോട്ടെ. ചിലപ്പോൾ അത് വീഡിയോ ഇഷ്ടമായി ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഹോൾസ് ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സിന്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചിൽ ദെൻ ബൈ ഫ്രം ലക്ഷ്മി.